എൻ്റെ ക്യാൻസർ രോഗിയായ ഭാര്യയെ കൊന്നത് അപ്പോസ്തലൻ ടിനുവും ഉണ്ടക്കുഞ്ഞുമോനും. അത്ഭുത രോഗശാന്തി തട്ടിപ്പുമായി നടക്കുന്ന അപ്പോസ്തലന്മാരോടും കുറുവാസനം ജോസഫിനോടും പറയുവാനുള്ളത്, നിങ്ങൾക്ക് ക്യാൻസർ രോഗവും ബ്രെയിൻ ട്യൂമറും ഒക്കെ മാറ്റുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ദയവായി തിരുവനന്തപുരം RCCയിലേക്ക് വരിക. അതുപോലെ ശ്രീചിത്ര മെഡിക്കൽ സെന്ററിലേക്ക് വരിക. അവിടെ കിടക്കുന്ന രോഗികൾക്ക് രോഗസൗഖ്യം നൽകുക. അപ്രകാരം ചെയ്താൽ ഈ കണ്ട ജനങ്ങളെല്ലാം ചികിത്സാലയങ്ങളിലേക്ക് പോകാതെ നിങ്ങളുടെ പൈശാചിക കേന്ദ്രത്തിലേക്ക് വരും. അത് ചെയ്യുവാനുള്ള ധൈര്യമുണ്ടോ? രോഗവും ബാധ്യതകളും കൊണ്ട് മുടിഞ്ഞു നിൽക്കുന്ന ഈ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി നീയൊക്കെ സ്വരുക്കൂട്ടുന്നത് നിന്റെയൊക്കെ സന്തതി പരമ്പരയ്ക്ക് ഉതകുമോ? നിന്റെയൊക്കെ മക്കളെ കാണുമ്പോൾ നാട്ടുകാർ ദശാംശം പിടുങ്ങിയുടെ മകൻ പോകുന്നു എന്ന് പറയുകയില്ലേ? ഈ കള്ളപ്രവാചകന്മാരെ അന്ധമായി വിശ്വസിക്കുന്ന പലരും ഇവരുടെ വാക്കുകൾ വിശ്വസിച്ച് പിന്നീട് മരുന്ന് കഴിക്കുകയോ ആശുപത്രികളിൽ പോവുകയോ സർജറിക്ക് വിധേയമാകുകയോ ചെയ്യുകയില്ല. ജീവന്റെ വിലയുള്ള വിലപ്പെട്ട സമയം ഗോൾഡൻ മണിക്കൂറുകൾ കഴിഞ്ഞ് പിന്നീട് എന്തൊക്കെ ചികിത്സ നടത്തിയിട്ടും കാര്യമില്ല എന്ന് അറിയുക. വചനക്കൊള്ളക്കാരനും കുപ്രസിദ്ധ സ്വോത്രകാഴ്ച പിടുങ്ങിയുമായ അപ്പോസ്തലൻ ടിനുവിന്റെ അടുത്തും ഉണ്ടക്കുഞ്ഞുമോൻ എന്ന പൈശാചികദാസന്റെ അടുത്തും തന്റെ ക്യാൻസർ രോഗിയായ ഭാര്യയുമൊത്തു പോയ ജോസിന്റെ അനുഭവം കേൾക്കുക. അവർ രോഗസൗഖ്യം ഉണ്ടായി എന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച ജോസിന്റെ ഭാര്യ ക്യാൻസർ രോഗം മൂർച്ഛിച്ച് മരിച്ചുപോയി. ജോസിന്റെ വാക്കുകളിലേക്ക്. സുനിൽ സാർ, അതെ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിക്കണതാണേ. പേരെന്തായിരുന്നു? എന്റെ പേര് ജോസ്. അതായത് വർഷങ്ങൾക്ക് മുമ്പാട് ഈ പൊങ്ങണങ്കാട്, തൃശ്ശൂർ പൊങ്ങണങ്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തെ മാത്യു നായക്കമ്പറമ്പിലും പനക്കലത്തിനും കൂടെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനത്തിന് പുള്ളി കുറെ ഒളളൊളന്ന് പറഞ്ഞ് കുറച്ച് അന്യഭാഷ പറഞ്ഞു വെച്ച് കുറെ ആൾക്കാരില്ല. ഒരു ജോസ് എന്ന് പറഞ്ഞ ആൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു, മേരി എന്ന് പറഞ്ഞ ആൾക്ക് സൗഖ്യം വന്നു. മേരിയും ജോസ് എന്ന് പറഞ്ഞ ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. ഏതാ ഈ മേരി ജോസ് അവരെ വിളിച്ച് സ്റ്റേജിലേക്ക് വിളിച്ച് കാണിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? അത് ചെയ്യില്ല അവര്. ഇഷ്ടംപോലെ ആൾക്കാരെ പേര് വിളിച്ചു പറയും. ആ പേര് വിളിച്ച ആൾ സൗഖ്യം വന്ന ആളെ സ്റ്റേജിലേക്ക് വിളിച്ച് ജനങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി കാണിച്ചു കൊടുക്കണം. ഇതങ്ങനെ ചെയ്യില്ല. പിന്നെ ഈ ടിനു ജോർജിന്റെ കാര്യം ഒത്തിരി പറയാണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ വന്നു 2012. ടിനു ജോർജ് അങ്കമാലിയിൽ ഒരു ധ്യാനം നടക്കുന്നുണ്ട്. ഒരു വിഷമമുണ്ട് എനിക്ക്. വിഷമം എന്ന് പറഞ്ഞാൽ ഇവരുടെ കോലാറിനിട്ടുള്ള വിഷമമുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഈ ധ്യാനം നടക്കുമ്പോൾ അന്ന് ഒരു ഹർത്താൽ ദിവസമാണ്. അന്ന് ഒരു കാറ് വിളിച്ച് എൻ്റെ ബ്രസ്റ്റിൽ വന്നാണ് ഭാര്യനെ വിളിച്ചുകൊണ്ട് ഇയാളുടെ അടുത്തുകൊണ്ട് ഇയാൾ ധ്യാനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇയാളുടെ മുമ്പിൽ പോയി. ഇയാൾ പ്രാർത്ഥിച്ചു, നീ തലേ കഴിച്ചിട്ട് പ്രാർത്ഥിച്ചു, നീ മരിക്കില്ല, നീ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ വർണ്ണിക്കും എന്ന് പറഞ്ഞ് പ്രവചിച്ചു വിട്ടു. അത് കഴിഞ്ഞ് കുറെ നാളൊക്കെ കഴിഞ്ഞു ഇവരെനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, കാരണം ഇങ്ങനെ ധ്യാനമുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോ ഭാര്യയുടെ ബ്രസ്റ്റിലെ മാറി തലയിലായപ്പോ ഞങ്ങൾ ഈ കുഞ്ഞുമോൻ Abraham തൃശ്ശൂർ ഒരു ഇത് പറഞ്ഞിട്ട് അതിന് നമ്മുടെ സാറ് പറഞ്ഞോളെ മൊണ്ണ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ നന്മ തിന്മകളെ കുറിച്ച് അറിയാൻ മേലാത്ത ടീമുകൾ ഈ അന്ധവിശ്വാസികളായ പാസ്റ്റർമാരുടെ കൂടെ എന്തിനു പോണു? ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, അതുകൊണ്ട് അവരുടെ പുറകെ കാറ്റുകള്ളന്മാരുടെ പുറകെ പോയിട്ട് കാര്യം. എന്നിട്ട് ഇവര് ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞ Abraham അവിടെ ചെന്നപ്പോ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തി പിടിച്ച കണ്ടു നമുക്ക് ഒരു രസം എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ. ഞാൻ എൻ്റെ രണ്ട് പെൺമക്കളും ഞാൻ നിങ്ങളുടെ ഇങ്ങനെ വിശ്വാസികൾ പറഞ്ഞു അയാളുടെ അടുത്ത് പ്രാർത്ഥിക്കും. ഞാൻ മടിച്ചു. കൺവെൻഷനെ കഴിഞ്ഞപ്പോൾ ഇയാൾ ഹല്ലേലിയ എന്ന് പറയുമ്പോൾ അട്ടഹാസ 2 പേര് കൂടി. ഞാനിത് ഹല്ലേലിയ പറയാണ്ട് പയ്യെ ഹല്ലേലിയ ഞാൻ പറഞ്ഞു. എൻ്റെ ഭാര്യയ്ക്ക് സൗഖ്യം കിട്ടണുള്ളൂ, എൻ്റെ മക്കളും കരയണം, ഞാനും കരയുന്നുണ്ട്. ഇവര് മക്കളും ഭാര്യ അല്ലേലു പറഞ്ഞു. അവരുടെ അസുഖം മാറിയില്ല. അത് കഴിഞ്ഞ് കുറെ ഓരോ 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഭാര്യ മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ ഈ ടിനു ജോർജിന്റെ ടീം എനിക്ക് മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഇവരുടെ നമ്പർ കിട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ അവിടെ കൺവെൻഷൻ ഉണ്ട്, ഇവിടെ പ്രാർത്ഥന ഉണ്ട്, അവിടെ പ്രാർത്ഥന ഉണ്ടെന്ന്. ഒരു ദിവസം ഇവരുടെ മെസ്സേജിന്റെ കൂടെ എനിക്ക് ഇവരുടെ ഫോൺ നമ്പറും കൂടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇതാരാ എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇതാരാന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദറെ ഞാൻ ഞങ്ങളുടെ ടിനു ജോർജിന്റെ ടീമിൽപ്പെട്ട പാർട്ടിയാണ്, അതുകൊണ്ട് ഇവിടെ അങ്കമാലിക്ക് അടുത്തുണ്ട്, പ്രാർത്ഥന എടുക്കുന്നുണ്ട്, ബ്രദറും കുടുംബവും വന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ എന്നെ മെസ്സേജ് അയച്ച് വിളിച്ചു, ഇനി മേലാൽ എനിക്ക് നിങ്ങളുടെ ടിനു ജോർജ് കള്ളൻ, ഇങ്ങനെ തന്നെ പറയും, കള്ളന്റെ
ഇതിനെന്നെ നിങ്ങൾ ഞാനൊരു വിശ്വാസം കേട്ടോ, ഞാനൊരു പൊന്തുകൂസാണ്. എനിക്ക് ആരുടെയും പണവും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് പണവും ഇല്ല, ഒന്നുമില്ല. എന്നാലും എൻ്റെ ദൈവം മാത്രം മതി. അതുകൊണ്ട് ഞാൻ പൊന്തുകൂസാനായതുകൊണ്ട് പറഞ്ഞു, ഒരൊറ്റ പൊന്തുകൂസാനാ. ഞാൻ ഓർത്തഡോക്സ് സഭയിൽ നിന്നാണ് ഈ വിശ്വാസത്തിലേക്ക് വന്നത്. എനിക്ക് ദൈവമായിട്ടുള്ള ബന്ധമായിട്ട് ഞാൻ ഇവരുടെ ആരുടെയും ഒരു പാസ്റ്റർമാർക്ക് കൈ കൊടുക്കാൻ പോകില്ല. ഞാൻ എൻ്റെ അടുത്ത് വന്ന് കൈ തന്നാൽ കൊടുക്കും. എനിക്ക് 62 വയസ്സുണ്ട്. എനിക്ക് ഈ നന്മതിന്മകളെ കുറിച്ച് ഇവരെ കോലാലൊക്കെ എനിക്കറിയാം. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഇനി മേലാൽ നിങ്ങൾ എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കരുത്. അവിടെ പ്രാർത്ഥന ഉണ്ട്, ഇവിടെ പ്രാർത്ഥന ഉണ്ട്. നിങ്ങൾ മെസ്സേജ് അയച്ചു, ദൈവവചനം പറഞ്ഞ് മെസ്സേജ്, ദൈവം നല്ലവനാകുന്നു അങ്ങനെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. എനിക്ക് ഞാൻ സ്വീകരിക്കാം. എൻ്റെ മൊബൈലിൽ ഇപ്പോഴും ദൈവത്തിൻ്റെ വചനം എടുക്കുമ്പോൾ തന്നെ കാണുന്നത്. പാട്ടും ഇഷ്ടംപോലെ പാട്ട്, എൻ്റെ പാട്ട് മൊബൈലിലുള്ള ക്രിസ്ത്യ പാട്ട് മാത്രമേ ഉള്ളൂ, വേറെ പാട്ടൊന്നുമില്ല. അപ്പോൾ എന്താ ഇവരുടെ ഫോൺ നമ്പർ ഇങ്ങനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്താ പ്രോഗ്രാം അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അങ്കമാലി ഒരു ഓഡിറ്റോറിയത്തിൽ നിങ്ങൾ ധ്യാനം വെച്ചപ്പോൾ ഞാൻ വണ്ടിയില്ല, ബസ് അന്ന് ഹർത്താലാണ്, ഒരു കാർ വിളിച്ചാണ് നിങ്ങളുടെ അടുത്ത് വന്നത്. അന്ന് നിങ്ങളുടെ പാസ്റ്റർ തലയ്ക്ക് കൈവച്ച് പറഞ്ഞു, നീ മരിക്കുകയില്ല, ജീവനോടെയും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭാര്യ മരിച്ചു പോയി. ഭയങ്കര കഷ്ടമായി. ഇങ്ങനെയാണ് ഞാൻ എന്നോട് പറയരുതാറുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ എങ്ങനെ ഇയാൾ ടിനു ജോർജ് പറഞ്ഞോ? ഞാൻ പറഞ്ഞു, അങ്ങനെ എന്നോട് പറഞ്ഞു. എന്നോട് ഞങ്ങൾ 2 മക്കളും ഞങ്ങൾ പറഞ്ഞു, അയ്യോ അത് കഷ്ടമായി പോയില്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇനി മേലെ അയച്ചാൽ ഇങ്ങനെ തന്നെ പറഞ്ഞു, നിങ്ങൾ ഇനി എൻ്റെ ഫോണിലേക്ക് നിങ്ങളുടെ മെസ്സേജ് അയച്ചാൽ ഞാൻ പോലീസിൽ പരാതിപ്പെടും, എനിക്ക് നിങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി അയക്കണം. അത് പിന്നെ അയച്ചിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സഭയിൽ 40 സുഭാഷ പ്രാർത്ഥന നമ്മുടെ സഭയിൽ നടക്കുക. പണി കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോൾ ഉണ്ട് ഭയങ്കര ബഹളം സഭയിൽ കിടന്ന്. അപ്പം ഞാനൊരു കാര്യം ചെയ്തു, ഒക്കെ എണിച്ചൊക്കെ ഈ മൊണ്ണ വിശ്വാസികളെന്ന് പറഞ്ഞ ഈ കള്ളം ഇവരെ പുറത്തെ വിശ്വാസികൾക്കൊരു ബോധമില്ല. എൻ്റെ സാറേ, ഇവരെല്ലാം എണിച്ച് നിൽക്കുകയാണ്. ഞാൻ ചെന്നിട്ട് ഒരു മൂലയിൽ ഒതുങ്ങി അവിടെ നിൽക്കുക. സ്വോത്രം എന്നൊക്കെ പറഞ്ഞു, ദൈവമേ സ്വോത്രം പറഞ്ഞു അവിടെ ഈ മൂലയിൽ ഇരിക്കുക. വിശ്വാസികളൊക്കെ എണിച്ച് നിൽക്കുക. ഈ കോട്ടയത്ത് നിന്ന് ഒരു 3-4 പാസ്റ്റർമാർ 40 ദിവസം അവസാനിക്കുന്ന ദിവസമാണ്. 40 ദിവസം പ്രാർത്ഥനയാണല്ലോ, ഉപവാസ പ്രാർത്ഥന. ഒരാൾ ഓടി വന്നിട്ട് എൻ്റെ തലയിൽ വന്നിട്ട് കൈയോടാൻ വന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ തലയിൽ കൈയോടരുതെന്ന് പറഞ്ഞു. നിങ്ങളുടെ പോലെ ഒരു ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവനാ. നിങ്ങൾക്ക് ആരെ അധികാരം തന്നെ? ദൈവം നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ടോ ഇങ്ങനെ വലിയ ഇതൊക്കെ പെടുത്താൻ? അതുകൊണ്ട് എൻ്റെ തലയിൽ കൈ തുറന്നു. നിങ്ങളെ പോലെ ഞാൻ ദൈവത്തെ നിങ്ങൾ ഭൂലോകത്തിലേക്ക് കഴിയുമ്പോൾ സാര സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കണം. ഏൽക്കുന്നവർക്ക് ദൈവം തമ്പുരാൻ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തുക എൻ്റെ സാറേ. പിന്നെ ഞാൻ എന്തിനാ വെറുതെ ഇവരുടെ ഈ ദുരാഗ്രഹം എടുത്ത് പോയി കൈ വയ്ക്കണം? അവരെ കൈ വെച്ചാൽ തന്നെ നമുക്ക് ചിലപ്പോൾ വെളിവുണ്ടാവില്ല. അങ്ങനത്തെ ടീമുകളാണ്. സാറിൻ്റെ ചാനൽ ഞാൻ കാണാറുണ്ട്. സാറിൻ്റെ ചാനൽ ഇങ്ങനെ നല്ല കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ സാർ ഇതിൽ സാറിൻ്റെ ചാനലിലേക്കൂടെ പറയുക, വിശ്വാസികളെ നിങ്ങൾ സത്യം പറഞ്ഞ് നന്മ തിന്മകളെ കുറിച്ച് അറിഞ്ഞ് വിശ്വാസമായിട്ട് ജീവിക്കാൻ പറയുക. ഈ പാസ്റ്റർമാരും ടിനു ജോർജിൻ്റെയും തങ്കുവിൻ്റെയും അതുപോലെ ഈ പാണ്ടൻ പാസ്റ്റർ എടുത്ത് ചെയ്യാൻ പോയി. തൃശ്ശൂർ അർണാട്ടുകാർ ഒരു ഇതുണ്ടായിരുന്നു. 6 മണിക്ക് ഞങ്ങൾ കിടക്കപ്പായെന്ന് അവിടെ ചെല്ലണം. ആളെ കാണും, ടോക്കൺ എടുക്കണം. അപ്പോൾ ടോക്കൺ എടുത്ത് ഇയാളെല്ലാം പ്രസംഗം കഴിഞ്ഞിപ്പോൾ കാണേണ്ടവർ കാണാൻ പറഞ്ഞു. ടോക്കൺ അയ്യോ അർണാട്ടുകാർ ഇത് 2012 പറഞ്ഞ സാറിൻ്റെ ചാനൽ ഇപ്പോഴാണ് ഞാൻ കണ്ടു തുടങ്ങിയതേ. ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്തപ്പോൾ ഈ ടോക്കൺ എടുത്ത് നിരനിരയായി നിന്ന് കാണാം. കണ്ടിട്ട് ഞാൻ ഈ ടോക്കൺ എടുക്കുമ്പോൾ എൻ്റെ ദൈവത്തെ കാണാൻ എനിക്ക് എന്തിനാ ടോക്കൺ വേണം സാറേ? എൻ്റെ ദൈവത്തെ കാണാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞ എനിക്ക് ടോക്കണും എടുത്ത് പോയി കാശും കൊണ്ട് കൊടുത്തിട്ടല്ല ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറയുന്നത്. ഇനി ഈ ലോകത്തിൽ കാണാൻ ഏതെങ്കിലും അലപലാദികളുണ്ടോ? സാറേ വേറെ കാര്യ, ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ടില്ല, പൈസ കൊടുക്കുകയില്ല. അന്ന് എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ വന്നിരിക്കുമ്പോഴാണ് ടോക്കൺ എടുത്ത് കാണുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ കാണണം. എൻ്റെ ഭാര്യയോട് പറഞ്ഞു നിങ്ങൾക്ക് കാണണോ കാണും. ഞാൻ ആ ടോക്കൺ പരിശീലി പള്ള കണ്ട് പുറത്തിറങ്ങി നിന്നു. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ തലയിലിരിക്കുകയാണല്ലോ. 2-3 5-6 മാസം കഴിഞ്ഞപ്പോഴും പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഈ പ്രാർത്ഥന കേന്ദ്രത്തിലൊക്കെ ഒരു പാസ്റ്റർ എടുത്ത് വന്നിട്ടുണ്ട്. അയാൾ പ്രാർത്ഥിച്ചു നിരന്ന് നിൽക്കുന്നുണ്ട്. രോഗികളും അല്ലാത്തവരൊക്കെ നിരന്ന് നിൽക്കുമ്പോൾ ഞാൻ ഒരു അറ്റത്ത് ഇങ്ങനെ നിൽക്കുവാണല്ലോ സാറേ. അപ്പോൾ ഓരോ പാസ്റ്റർ പ്രാർത്ഥിക്കുക, വലത് കൈ തലയിലും ഇടത് കൈയുടെ നിന്നും ഓരോരുത്തരിൽ നിന്ന് പൈസ മേടിച്ചിട്ട് സൂത്രം പറഞ്ഞ് പോക്കറ്റിലേക്ക് ഇടണു. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ കൊടുക്കാണ്ടിരുന്നാൽ ചിലപ്പോൾ ഇങ്ങനെ എന്നെ ശപിച്ചാലും ഞാൻ 200 കൊടുത്തു. അയാൾ എൻ്റെ തലയ്ക്ക് പിടിച്ച് സൂത്രം പറഞ്ഞ് ഈ പാനിയുടെ പോക്കറ്റിലേക്ക് പൈസ കിട്ടു. ഇങ്ങനെയുള്ള ടീമുകളുണ്ട്. പാസ്റ്റർമാരെല്ലാം നടച്ചുകൊണ്ടുള്ള ഇഷ്ടംപോലെ പാസ്റ്റർമാർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാർ. ഞാൻ കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണ്. പിന്നെ എന്തിനീ കള്ളന്മാരുടെ പുറകെ പോയി? പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ അല്ലേ സാറേ. നമ്മളോർത്ത് സാത്താനെങ്കിൽ
സാത്താൻ, ദൈവമെങ്കിൽ ദൈവം, ഏതെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിയ സാറേ ഞാൻ പറഞ്ഞേക്കാം. അതായത് ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. മൊണ്ണ വിശ്വാസികൾ ആ മലയിലുമല്ല ഈ മലയിലുമല്ല. നിങ്ങൾ എവിടെ പോണു? അത് നിങ്ങൾ ഈ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ആരാ? പാപത്തിൽ ജനിച്ചവൻ ഒരു മനുഷ്യൻ, അവനെ കൊണ്ട് ലോകത്തിന് വിടല് കണ്ടോ? നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ തെറ്റ് പറയാ. നമ്മളെങ്ങനെ പാപത്തിൽ ജനിച്ച? അതൊക്കെ ഈ കള്ളന്മാര് പറഞ്ഞു പഠിപ്പിക്കുന്നത്. അങ്ങനെ പാപമാകുന്നു ജന്മം. പാപത്തിൽ ജനിച്ചത് നമ്മൾ ഉൽപ്പത്തി വായിക്കുമ്പോൾ നമുക്കറിയാം. നിങ്ങൾ ചെയ്തപ്പോൾ നമ്മൾ പാപം ചെയ്തു. ആ പാപം ചെയ്തപ്പോൾ നമ്മളത് ദൈവസന്നിധിയിൽ അത് തെറ്റാ ചെയ്തത്. അവരെടുത്ത് നമ്മൾ എന്തിനോ ഈ പ്രാർത്ഥിക്കണു? അവരെ കൊണ്ട് എന്തിനു നമ്മൾ ഈ പ്രാർത്ഥന വിഷയം പറഞ്ഞു? ഞാനൊരു പാസ്റ്ററോടും ഇന്നുപോലെ എനിക്ക് ഇത് പറയേണ്ടെന്നാലും ഞാനൊരു പാസ്റ്റർ പ്രൈസിലോടും ഞാൻ കൈ കൊടുക്കാൻ പോകാറില്ല. കാരണം അവർ വന്ന് എന്നെ കൈ തന്നാൽ കൈ കൊടുക്കാണ്ട് പറ്റില്ല. ദൈവം നമ്മുടെ സന്നിധിയിൽ നമ്മൾ നീതി കാണിക്കണ്ടേ. അങ്ങനെ എൻ്റെ ഭാര്യനെ കൊണ്ട് 2.25 കൊല്ലം അങ്ങനെ ഇവരുടെ പുറകെ നടന്നു. ആള് മരിച്ചു പോവുകയും ചെയ്തു. ഇപ്പൊ എന്താ ചെയ്യാ? ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തില്ലായിരുന്നോ? ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. നമ്മൾ ഇഷ്ടംപോലെ ലാസ്റ്റ് RCC വരെയൊക്കെ പോയി. പിന്നെ ക്യാൻസർ വന്നൊക്കെ എൻ്റെ സാറേ മറ്റേ പാസ്റ്റർമാർ പ്രാർത്ഥിച്ച ക്യാൻസർ അല്ല, എനിക്ക് പ്രോസ്റ്റേറ്റിന്റെ അസുഖമുണ്ട്. ഞാൻ വെല്ലുവിളിക്കുക, ഏതെങ്കിലും ഒരു പാസ്റ്റർമാർ എൻ്റെ ഈ പ്രോസ്റ്റേറ്റ് പ്രാർത്ഥിച്ച് മാറ്റാമെന്നുണ്ടെങ്കിലോ മരുന്നിലല്ല പ്രാർത്ഥിച്ച് മാറ്റാമെന്നുണ്ടെങ്കിൽ ആ പാസ്റ്റർക്ക് ഞാൻ കാശാൻ കൊടുക്കാം. ഞാൻ പറയാം ദേവദാസന്മാരെല്ലാവരെയും ഞാൻ അടച്ചു പറയില്ല. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. 10 പൈസ പ്രതിഫലം ഇല്ലാതെ. എനിക്ക് ദൈവത്തിന്റെ ഒരു വേല എന്നാൽ ഞാൻ ലോകമെമ്പാടും വിശ്വസിക്കാൻ എനിക്ക് ആരുടെ 10 പൈസ എനിക്ക് വേണ്ട. ഞാൻ പണക്കാരനല്ല, ഞാൻ സാധാ ഒരു മനുഷ്യൻ. എനിക്ക് ആരും പൈസ വേണ്ട, ആരുടെയും സ്തോത്ര കാഴ്ചയും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. ഞാൻ അവരുടെ മുമ്പിൽ ആരാ രോഗി എന്ന് വെച്ചാൽ അവരെടുത്ത് കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ ഇപ്പോഴും സാറിനോട് പറഞ്ഞ കണ്ണുനീരോടെയാ. താങ്കൾക്ക് വേണ്ടി തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞാൻ ഇപ്പൊ ഒരു പാസ്റ്റർമാരുടെ അടുത്തും പോകണില്ലോ. അവിടെ കൺവെൻഷൻ ഉണ്ട്, ഇവിടെ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല. കാരണം എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കും. ഇനിയിപ്പോ ഇത് ഞാൻ പറയണല്ലേ, എൻ്റെ സഭക്കാരെങ്കിലും അറിഞ്ഞാൽ എന്നെ മുടക്കെങ്കിൽ എനിക്ക് യാതൊന്നും പേടിക്കാനില്ല. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സമ്പാദിക്കാനായിട്ട് ജീവിക്കരുത്, ജീവിക്കാനായിട്ട് മാത്രം സമ്പാദിക്കുക. പിന്നെ എൻ്റെ ഒരു കൊച്ചു നേഴ്സ് പഠിക്കുന്നു, അവർ ബാംഗ്ലൂരുണ്ട്. അപ്പൊ സമ്പാദിക്കാനായിട്ട് ജീവിക്കാൻ മാത്രം സമ്പാദിക്കുക. പിന്നെ നിങ്ങൾക്ക് ദൈവം തരുന്ന നന്മയാണ്. നിങ്ങൾ എല്ലാ പാവങ്ങളെ സഹായിക്കുകയോ ഈ ദൈവദാസന്മാർക്ക് ദശാംശം എന്ന് പറഞ്ഞ് കൊടുക്കരുത്. നമുക്ക് എൻ്റെ ഒരു കൊച്ചു നേഴ്സ് പഠിക്കുന്നുണ്ട്, ഇതുവരെയായിട്ടും ഒരാൾക്കും ദശാംശം കൊച്ചു കൊടുത്തിട്ടില്ല. കൊടുക്കാൻ സമ്മതിക്കുകയില്ല ഞാൻ. എന്തിനാ നിങ്ങളുടെ കൊച്ചു കഷ്ടപ്പെട്ട പൈസ ഈ കള്ളന്മാർക്ക് കൊടുക്കുന്ന എന്തിന്? അത് 10-1 ദശാംശം കൊടുക്കുന്ന വചനത്തിനുണ്ടല്ലോ. ഇവരാർക്കാ ദശാംശം കൊടുക്കണം? ഈ പാസ്റ്റർമാരെന്ന് പറയില്ല, പാസ്റ്റർമാരെന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. ഇഷ്ടംപോലെ നല്ല ദൈവദാസന്മാരുണ്ട്. ഞാൻ പറയില്ല, കണ്ണുനീരോട് ദൈവത്തെ വിളിക്കുന്ന പാസ്റ്റർമാരുണ്ട്. ഇവരെന്ന് പറഞ്ഞാൽ ഇവര് ദശാംശം കൊടുത്തില്ല. ഇവരെന്നെ പ്രാകട്ടെ. ഞാൻ ഇവരെ വെല്ലുവിളിക്കുന്നു. ഇവരെന്നെ പ്രാകട്ടെ. എന്നെ പ്രാഗിയ ഞാൻ ദൈവസന്നിധിയിലാണ് നിൽക്കുന്നു. ഞാൻ ദൈവത്തോട് തന്നെ എപ്പോഴും എന്നെ പ്രാകട്ടെ. എനിക്ക് അത്ര നല്ല ഇതുണ്ട്. വിശ്വാസികളോട് പറയണം, ഈ നിങ്ങൾ ഇവരുടെ പുറകെ പോകണ്ട. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ തന്നെ വിളിക്കാൻ പറയും. ഇവരുടെ ഈ പാസ്റ്റർമാരെ പുറകെ പോയാൽ നിങ്ങൾ തന്നെ നശിക്കുന്ന സാറ് ഈ ജനങ്ങളോടൊന്ന് പറയുക. അത്രേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമുക്ക് ആർക്കും എപ്പോൾ വേണമെങ്കിലും രോഗങ്ങൾ പിടിപെടാം. അത് ആരുടെയും കുറ്റമായി നമുക്ക് പറയുവാൻ സാധിക്കില്ല. അതൊരു പൈശാചിക ബാധ കൊണ്ടും ഉണ്ടാകുന്നതല്ല. രോഗം വന്നാൽ എത്രയും വേഗം ചികിത്സ തേടുക. അതോടൊപ്പം പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷേ ഒരിക്കലും ഇത്തരം ആത്മീയ കുർവാസംഘങ്ങളുടെ അടുത്ത് പോകരുത്. നമ്മുടെ രോഗങ്ങളും കഷ്ടതകളുമാണ് ഇവർ മുതലെടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. രോഗസൗഖ്യം കിട്ടി എന്നിവർ പറഞ്ഞ് വിശ്വസിപ്പിക്കുമ്പോൾ നമ്മൾ സന്തോഷം കൊണ്ട് ചികിത്സിക്കാൻ വെച്ച പണം കൂടി ഇവന്മാർക്ക് എടുത്തു കൊടുക്കും. അവസാനം കാശും പോകും, ജീവനും പോകും. കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് ജീവനുകൾ ഇത്തരം പൈശാചികദാസന്മാർ മൂലം അകാലത്തിൽ പൊലിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇതിനൊന്നും യാതൊരു നിയമ നടപടികളും ഇവിടെ എടുക്കില്ല. ആരും ഇതിൻ്റെ പുറകെ പോകില്ല എന്നതാണ് ഇവരുടെ ധൈര്യം. അതുകൊണ്ട് നാം സ്വയമായി സൂക്ഷിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.